സിനിമാ താരം കൂടി അല്ല, അതൊക്കെ ലിസ്റ്റിലുള്ള കാര്യങ്ങളാണ്. അത് ചർച്ചയും നടന്നത്. അതിന് മുന്നിട്ട് ഇറങ്ങിയത് ഞാൻ തന്നെ. താങ്കൾ ശോഭനയോട് സംസാരിച്ചു അല്ല, നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മറുപടി എന്ന് പറയുന്നതിൽ വ്യക്തമായി ഒരു ഭാവിയിലെ രാഷ്ട്രീയക്കാരി എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കോണ്ടന്റ് ആണ് അവരുടെ റിട്ടോർട്ട്സിലുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒന്നുകൂടി ശ്രമിക്കുന്നുണ്ട്, നോക്കട്ടെ. പക്ഷെ എന്റെ എല്ലാം ശ്രമമാണ്. പക്ഷെ പാർലമെന്ററി പാർട്ടി തീരുമാനിക്കുന്ന ഒരു തീരുമാനമാണ്. താങ്കൾ തന്നെയാണോ ഈ പേര് മുന്നോട്ട് വെച്ചത്, ഈ ശോഭനയുടെ പേര്? അത് ഞാൻ പറയാൻ പാടില്ല. അങ്ങനെ നമുക്ക് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയല്ലല്ലോ. കേട്ടില്ല. മോദി ആര് ശക്തമായി നേരിടുമെന്നതാണ് ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള മത്സരം. ജനങ്ങളാണല്ലോ ഇത്. ഇടതോ വലതോ അല്ലല്ലോ ഇതൊന്നും തീരുമാനിക്കുന്നത്. ഇത് ഇടതും വലതും അല്ലല്ലോ തീരുമാനിക്കുന്നത്. ഇത് ആര് തമ്മിലാണ് പോരാട്ടം എന്നൊക്കെ നമുക്ക് വീരവാദം മുഴക്കാം. ഇതാ ബൂത്തിലെത്തി ഒരു ചിഹ്നമല്ല അവർ തെരഞ്ഞെടുക്കുന്നത്. അവരുടെ 5 വർഷത്തെ ജീവിതമാണ് അവർ തെരഞ്ഞെടുക്കുന്നത്. അവിടെ സമ്മതിദായകൻ അല്ലെങ്കിൽ സമ്മതിദായിക തീരുമാനിക്കുന്ന തീരുമാനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാനേ പറ്റൂ. ഒരു വീരവാദവും മുഴക്കാനില്ല. ആവണേ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് യോഗ്യരായ മറ്റു സ്ഥാനാർത്ഥികളുമുണ്ട്. എല്ലാവരുടെയും സമ്മതവും എല്ലാവരുടെയും അതിനുള്ള ഒരു തയ്യാറെടുപ്പിനും നമുക്ക് അവർക്ക് സ്വാതന്ത്ര്യം വിട്ടുകൊടുത്തേ മതിയാകും. അത് വരട്ടെ. അവരെന്നെ അറിയിക്കുക, അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞാൽ അത് കേന്ദ്ര നേതൃത്വം അറിയും. അതിനുശേഷം തീരുമാനമുണ്ടാവും. എനിക്ക് തോന്നുന്നു. പക്ഷെ അതിനുള്ള സമയം ഇനിയില്ല. ഏകദേശം നിശ്ചയമായിട്ടുണ്ട്. ശോഭന വരും. അല്ലല്ല, ഒരു നിശ്ചയമുണ്ടായിട്ടുണ്ടാവും. ആ നിശ്ചയം നേതാക്കൾ പറയും.